ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു 3 ക്യൂട്ട് സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ അധികം ഇഷ്ടമുള്ള മിനി നോട്ട്ബുക്കാണ്. ഇന്നലെയാണെന്ന് തോന്നുന്നു നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പേപ്പർ വേണം. A4 തന്നെ ധാരാളം. എൻ്റെ കയ്യിൽ ഇപ്പോൾ A4 ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള പേപ്പർ ഉണ്ട്. പക്ഷേ കട്ടി ഇല്ലാതെ നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. പേജസ് ആകുമ്പോൾ പാകത്തൊരു തിക്നെസ് മതിയല്ലോ. എന്നിട്ട് ഇത് ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് മടക്കുക, നിവർത്തിയിട്ട് വീണ്ടും സെൻറ്ററിൽ മടക്കുക. അതായത് ലെങ്ത്തിലും വിഡ്ത്തിലും സെൻറ്ററിൽ മടക്കുക. പക്ഷേ വിഡ്ത്തിൽ ഒന്നും കൂടെ മടക്കണം. നമുക്കിത് ഇങ്ങനെ 8 പീസസ് വരും. ഇനി ഇതാ കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്യണം. അതായത് കറക്റ്റ് സെൻറ്ററിൽ 2 ലൈൻസിലൂടെ മാത്രം കട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കട്ട് ചെയ്യുന്ന വീഡിയോ മാത്രം എങ്ങനെയോ മിസ്സായി പോയതാണ്. എന്നിട്ട് ഇതേ ഇപ്പോൾ ഞാൻ മടക്കിയതുപോലെ ഒന്ന് മടക്കിയെടുത്ത് നമുക്ക് പേജസ് റെഡിയാണ്. ഷോർട്സിൽ നമ്മൾ ചെയ്തതും ഏകദേശം ഇതുപോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ കട്ടിങ് വേറെ പോലെയായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഗ്ലൂ ഒക്കെ ആക്കി നമ്മൾ ഒരുപാട് ടൈമൊക്കെ ഉണക്കാൻ വെക്കുന്നതിലേറെ ഈസി ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് തോന്നി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് കവർ പേജ് ഒന്ന് വേണം. അപ്പോൾ അതിന് ആ ഒരു സൈസിൽ തന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് സെൻറ്ററിൽ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കാം. ഞാൻ അവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് ഒന്നും കൂടി പെട്ടെന്ന് ഒട്ടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ മടക്കിയിട്ടാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ പേജസിൽ ഇതുപോലെ ജോയിൻസ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പേജസ് റെഡി ആവും. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിന് മുൻപേ നമ്മൾ ചെയ്ത ബുക്കിൽ നമ്മൾ കവർ പേജ് കുറച്ച് ഗ്രിഡ് ലൈനും സ്റ്റിക്കറുമാണ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഇനി ഗ്രിഡ് ലൈൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെറൈറ്റി ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഓരോ കളേഴ്സ് വെച്ചിട്ട് ബോർഡേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നൊരു കളർ വെച്ചിട്ടാണ് ബോർഡർ കൊടുത്തത്. ബ്രഷ് പെൻസാണ് ഞാനവിടെ യൂസ് ചെയ്യുന്നത്, ഡോംസിൻ്റെ. അതിന് ലിങ്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ. നല്ല അടിപൊളി കളറാണ്. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ മറക്കരുത് കേട്ടോ, കാരണം നമുക്ക് ലൈക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടൂ. അപ്പോൾ ഇതേ ഓരോ കളേഴ്സ് വെച്ചിട്ട് ഞാനിങ്ങനെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തോ ഒരു കുറവ് വന്നപ്പോൾ ഞാൻ ബ്രൗൺ വെച്ചിട്ട് കുറച്ച് ഗ്രിഡ് ലൈനും അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ബ്രൗൺ വെച്ചിട്ട് കളേഴ്സൊക്കെ ചെയ്തു. പിന്നെ ഇത് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് A4 വേറെ പേപ്പർ ഒന്നും വേണമെന്നില്ല. നമ്മുടെ പഴയ ഏതെങ്കിലും ബുക്സിലെ പേപ്പേഴ്സ് തന്നെ ധാരാളം. അപ്പോൾ പഴയ ഏതെങ്കിലും ബുക്ക് എടുക്കുക, അതിൽ നിന്ന് പേപ്പേഴ്സ് ഇതുപോലെ കീറിയിട്ടെടുക്കുക. ഞാൻ അവിടെ ഒരു 3 പേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ മര്യാദയ്ക്ക് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഓയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓയിൽ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് തന്നെ വേണമെന്നില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അതിന് എക്സസ് ആയിട്ടുള്ള ഓയിലൊന്ന് ക്ലോത്ത് വെച്ചിട്ടൊന്ന് ഒപ്പിട്ടെടുത്താൽ ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടാക്കിയിട്ടൊന്ന് അയൺ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി വേണ്ട സൈസിലൊക്കെ പേപ്പേഴ്സ് മടക്കിയിട്ട് എല്ലാതും ഒരുപോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനിയുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്ത് ചെയ്യുക, എല്ലാതും ഒരുമിച്ച് വെച്ചിട്ട് പേപ്പർ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് മുകൾക്കാണല്ലോ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ വേണ്ട സൈഡിൽ എന്ത് ചെയ്യുക, ഗ്ലൂ ആക്കി കൊടുക്കുക. ഫെവിക്കോൾ ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ ആക്കണമെന്നുണ്ടെങ്കിൽ ആ പേപ്പർ ക്ലിപ്പ് അപ്പുറത്തോട്ട് സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ആക്കിയിട്ട് നല്ലപോലെ ഉണങ്ങാൻ വെക്കണം. ആ ഉണങ്ങാനുള്ള സമയം കൊണ്ട് നമുക്കിത് ഒട്ടിക്കാൻ ഒരു ബേസും കൂടെ ഉണ്ടാക്കാം. അതിനിപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്ത പോലെ കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് സൈഡ് എഡ്ജസ് ഒക്കെ ഇതുപോലെ ഒന്ന് കർവ്ഡ് ആക്കിയിട്ട് കട്ട് ചെയ്തു. പിന്നെ ജസ്റ്റ് ആ ഒരു പീസ് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഞാനിത് ഗ്രീൻ ബ്രഷ് പെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രിഡ് ലൈൻസ് കൊടുക്കുകയാണ്. പിന്നെ അതിൽ ബ്ലാക്ക് ജെൽ പെന്ന് വെച്ചിട്ട് വെറുതെ ഒന്ന് സ്റ്റിക്കി നോട്ടൊന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ സ്റ്റിക്കി നോട്ട് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനൊന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ആ ഒരു എഴുതിയ പീസ് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ മറ്റേ പേപ്പർ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് യെല്ലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞു വരച്ചിട്ട് കുഞ്ഞു ഹാർട്ടും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് പെൻ വെച്ചിട്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്കി നോട്ട് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കാം. വർക്കിംഗ് ആണോ നോക്കാൻ ഒരു പിക്ചർ ട്രേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ഒറ്റ ബുക്കും കാണാമല്ല. തൽക്കാലം ഞാനിപ്പോൾ ഈ ഒരു IT ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കമ്പ്യൂട്ടർ നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ സംഭവം സക്സസ് ആണ് കേട്ടോ. നല്ല പോലെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. സ്കെച്ച് ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് വലിയ പിക്ചേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് വരക്കാനുള്ളതെങ്കിൽ ഈ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ല ഇതുപോലെ കുഞ്ഞു പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ ഏകദേശം ഈ ഒരു സൈസൊക്കെ മതിയാവും. അപ്പോൾ ഇനി എന്താ പറയുക, ബയോളജിയിലൊക്കെ പിക്ചേഴ്സ് വരക്കാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ നമുക്കൊരു പൗച്ച് ഉണ്ടാക്കാം. പെൻസിൽ പൗച്ച് മാത്രമല്ല, പെൻ പൗച്ചോ കളർ പൗച്ചോ അങ്ങനെ എന്തോ ആക്കാം. ഇതുണ്ടാക്കാൻ നിങ്ങൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുന്നേ ആവും നല്ലത്. ആദ്യം തന്നെ പേപ്പറിൻ്റെ വിഡ്ത്തിൽ കറക്റ്റ് ഒന്ന് സെൻറ്ററിൽ മടക്കുക. എഗെയിൻ വീണ്ടും ഒന്നും കൂടെ മടക്കുക. അപ്പോൾ നമുക്ക് 4 മടക്ക് ഉണ്ടാവുമല്ലോ, അതായത് 4 പീസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് 4 വേണ്ട, 3 മതി. അപ്പോൾ കുഞ്ഞ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ആക്കിയിട്ട് മടക്കിയാൽ മതി. ഇത് കുറച്ച് വിഡ്ത്തുള്ള പേപ്പറായിരുന്നു. അപ്പോൾ ഞാൻ 4 ആക്കിയിട്ട് മടക്കിയിട്ട് ഒരു പീസ് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്.
കട്ടിയുള്ള പേപ്പേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ മടക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ നഖം വെച്ചിട്ടൊന്ന് അമർത്തി അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടൊക്കെ അമർത്തി നമുക്ക് മടക്കുമ്പോഴൊക്കെ കുറച്ച് നീറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ദേ ഇതുപോലെ 2 എൻസിലുള്ള കോളത്തിൽ മുകളിലത്തെ ഭാഗം കോർണറിൽ നിന്ന് ദേ ട്രയാങ്കിൾ പോലെ ഇങ്ങോട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെ ഇങ്ങോട്ടേക്ക് മടക്കിയെടുക്കുക. അങ്ങനെ 2 സൈഡൊന്നും ചെയ്യണം. ഇനി നമ്മളിപ്പോൾ ഈ മടക്കിയാൽ ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കുക. കണ്ടോ, ഇങ്ങനെയൊക്കെ മടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കെയിലൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി മടക്കാൻ ഈസി ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ ഒന്നെങ്കിൽ ഗ്ലൂ ആക്കുക അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക. കാരണം മറ്റേ ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുകയാണ് സുഖം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗ്ലൂ ആക്കിയിട്ട് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷേ താഴെ ഭാഗത്ത് ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിംഗ് കൂടെ നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ അവിടെ ഒന്ന് ഗ്ലൂ ആക്കിയാൽ മതി. പക്ഷേ ഞാൻ അവിടെ വാഷി ടേപ്പ് കൊണ്ട് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വാഷി ടേപ്പ് കൊണ്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഗ്ലൂ ആക്കുന്നതിലേറെ നല്ലത് നിങ്ങളുടെ കയ്യിൽ സെല്ലോ ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ താഴെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. അതാവും ഒന്നും കൂടെ വൃത്തി. ഇനിയും കളർ എടുത്താൽ മിക്കവാറും കിഡ്ലൈനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. അതുകൊണ്ട് ഞാൻ കളർ എടുക്കാൻ പോയില്ല. തൽക്കാലം വാഷി ടേപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സൈഡിൽ 2 ഭാഗത്തും അതേപോലെ താഴെ ഭാഗത്തും ഒക്കെ ഞാൻ വാഷി ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 ഭാഗം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ബോർഡറൊക്കെ വാഷി ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തു. ഇനി ആ സെൻറ്ററിൽ ഒരു ബ്ലാങ്ക് വന്നിപ്പോൾ ഞാൻ ഒരു പേൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. വീണ്ടും താഴത്തും ഒരുപാട് ബ്ലാങ്ക് ആയിട്ട് കിടക്കണ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒരു ഹലോ കിറ്റിൻ്റെ എന്നോ ഉണ്ടാക്കിയിട്ട് സ്റ്റിക്കർ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തോന്നി. ഇനി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിത് ഇങ്ങനെ ഭംഗി തോന്നിയോണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 3 കളേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകും. ആൻഡ് ഡെയിലി നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫുള്ളൊന്ന് സെല്ലോ ടാപ്പ് വെച്ച് കവർ ചെയ്താൽ അത്യാവശ്യം കേട് വരാണ്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ 3 ക്രാഫ്റ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.